അച്ഛൻ കോവിലാറ്റിലേ അച്ഛൻ കോവിലാറ്റിലെ കൊച്ചോളങ്ങളെ അക്കരെ നിന്ന് കൊടുക്കുന്ന പൂവുകൾ എത്തിപ്പിടിക്കാമോ എത്തിപ്പിടിക്കാമോ ഓഹോഹോ ഓഹോഹോ. ഹായ് സുഹൃത്തുക്കളെ, ഈ ഗാനം മലയാളികളായ നിങ്ങൾക്കേവർക്കും സുപരിചിതമാണ് എന്നെനിക്കറിയാം. കലാകാരന്മാരായ എല്ലാവർക്കും ഇത് സുപരിചിതമാണ്. അനാഥ ശില്പങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ സാർ പാടി അനശ്വരമാക്കിയ ഈ ഗാനം വളരെ ശ്രദ്ധേയമാണ്, വളരെ ഹൃദയസ്പർശിയാണ്. അപ്പോൾ ഒരു കൃഷി സംബന്ധമായ വീഡിയോ ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അതേപ്പറ്റിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പാളയംകുടൻ ഇങ്ങനെ കാറ്റത്ത് അത് ഒടിയാതിരിക്കാനായി അതിൻ്റെ ഇലഭാരം ഞാൻ കുറച്ചായിരുന്നു. മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാറ്റത്ത് വാഴ ഒടിയാതിരിക്കാൻ ഇലഭാരം കുറയ്ക്കും എന്ന്. അപ്പോൾ അത് അപാര ഉയരത്തിലാണ് അത് കൊലച്ചത്. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ 25 അടി ഏണിയെടുത്ത് മുട്ടുകൊടുത്തു. കാറ്റിൽ ഉലയാതിരിക്കാൻ ഇലഭാരം കുറച്ചു. ഇപ്പോൾ 3 ചെറിയ വാഴക്കൈയും കൂടാതെ 2 വാഴക്കൈയും മാത്രമേ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ. വളരെ പാടാണ്. അത് നശിച്ചു പോയാൽ ഒരു കർഷകനെ സംബന്ധിച്ച് വളരെ വിഷമം തോന്നും. ഈ അടുത്ത നാളെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാൻ ഈ മുട്ടുകൊടുത്തേക്കുന്ന ഏണി, അതായത് ഗോവണി ഏണി, പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഈ ഏണി ഇതെന്ന് തെന്നിപ്പോകാതെ ഇതിൻ്റെ ചോട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് വരാൻ നിന്ന മനുഷ്യനാണ് ഞാൻ. കാരണം ഇത്രയും നല്ലൊരു കൊല ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വളരെ പാടാണ്. അത് പ്രകൃതിക്ഷോഭത്താൽ അത് താഴെ വീഴാൻ നിസ്സാര നേരം മതി. അങ്ങനെ ഇരിക്കുന്നു ആ കേസ്. അത് നന്നായിട്ട് പോകുന്നു. അപ്പോഴാണ് അതിൻ്റെ ജൂനിയർ, അതായത് ആ തുറുവിലുണ്ടായ ജൂനിയർ വാഴക്കൊല ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഇത്രയും ഹൈറ്റില്ല. അതേതായാലും നമുക്ക് ചെറിയൊരു മുട്ട് കൊടുത്താൽ മതി. നിലവിൽ ഞാനിത് വലിച്ചു കെട്ടിയിട്ടുണ്ട്. നിലവിൽ ഇത് 1 വലിച്ചു കെട്ടിയേക്കുന്നു, ഇത് 2 വലിച്ചു കെട്ടിയേക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പാടാണ്. അത് സംരക്ഷിച്ചെടുക്കൽ അതിനേക്കാൾ പാടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇന്നത്തെ കാർഷികപരമായ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ കിട്ടുന്ന സ്ഥലത്ത് പൂച്ചെടി നടുന്ന പോലെ ഇതുപോലെ വാഴക്കുലകൾ നടുക. അതിൽ നിന്ന് നല്ല വരുമാനം നമുക്ക് കിട്ടും. വരുമാനം കിട്ടിയില്ലെങ്കിൽ എന്താ, നമുക്ക് പുട്ടുണ്ടാക്കി ഇത് പഴുപ്പിച്ച് പഴവും കൂട്ടി ഞമ്മന്ന് കഴിക്കാൻ മേലേ. അച്ഛൻ കോവിലാറ്റിലേ കൊച്ചോളങ്ങളെ അക്കരെ നിന്ന് കൊടുക്കുന്ന പൂവുകൾ എത്തിപ്പിടിക്കാമോ എത്തിപ്പിടിക്കാമോ ഓഹോഹോ ഓഹോഹോ. അപ്പോൾ സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം.